പോസ്റ്റർ ടു 3.1 വെർഷനിൽ വന്നിട്ടുള്ള ഏതാനും പുതിയ ചില ടൂളുകൾ കൂടെ, പ്രത്യേകിച്ച് ഇമേജ് ലെയറുമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്തിട്ടുള്ള ചില ടൂളുകൾ കൂടി പരിചയപ്പെടാം. നേരത്തെ ഇമേജ് ടൂളുമായി ബന്ധപ്പെട്ട് എറേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു. പ്ലേലിസ്റ്റിൽ നിങ്ങൾക്കത് കാണാം. ഏതാനും മറ്റു ചില ടൂളുകൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാം. ആദ്യം നമുക്കൊരു ഇമേജ് ലെയർ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഗാലറിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ലൈബ്രറിയിൽ നിന്നോ നിങ്ങൾക്ക് ഇമേജുകൾ ലോഡ് ചെയ്യാം. ഞാൻ ലൈബ്രറിയിൽ നിന്ന് ഒരു ഇമേജ് ലോഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ ടൈപ്പോഗ്രഫീസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് പലതരത്തിലുള്ള ടൈപ്പോഗ്രഫി ആർട്ട് വർക്കുകൾ കാണാൻ പറ്റും. ലോഡ് മോറിൽ നിങ്ങൾക്ക് കൂടുതൽ വർക്കുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് എടുക്കുകയാണ്, ആഡ് ചെയ്തു. അത് നമ്മുടെ ക്യാൻവാസിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ ഇതിൽ ബ്ലാക്ക് കളറാണ് നമ്മുടെ ഈ ഒരു ലെയറുള്ളത്. നമുക്കിതിന് റെഡ് കളറോ മറ്റേതെങ്കിലും കളറിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ പുതുതായിട്ട് ഫിൽ മോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇമേജിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അത് ഒറിജിനൽ എന്ന് പറയുന്ന മോഡിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത് ബ്ലാക്ക് കളറിൽ തന്നെ കാണുന്നത്. നമുക്ക് കളർ വേണമെങ്കിൽ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് താഴെ തൊട്ടടുത്ത് കളർ എന്ന് പറയുന്ന ടൂൾ വന്നതായിട്ട് കാണാം. സെലക്ട് ചെയ്യാം. നമുക്ക് വേണ്ട കളേഴ്സ് നമ്മൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറിൽ നമുക്ക് നമ്മുടെ ഇമേജ് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇത് ഗ്രേഡിയൻ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫിൽ മോഡിൽ തന്നെ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുക. ഗ്രേഡിയൻറ്റിൻ്റെ ഡയറക്ഷൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം രണ്ട് പുതിയ ടൂളുകളൂടെ കാണാം. ഗ്രേഡിയൻറ്റ് കളർ 1, അതുപോലെ തന്നെ ഗ്രേഡിയൻറ്റ് കളർ 2. ഇത് രണ്ടും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് ഗ്രേഡിയൻ്റ് ആയിട്ടും അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പഴയ മോഡിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഒരു സ്റ്റൈലിൽ തന്നെ നമുക്ക് നമ്മുടെ ഇമേജ് കിട്ടും. അപ്പോൾ അതാണ് ഇമേജിന് വന്നിട്ടുള്ള പുതിയ ഒരു ടൂൾ. 3D അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ടൂളാണ് ഇത്. ബ്ലോക്ക് സമ്മേളനം എന്നുള്ള ഈ ഒരു ടെക്സ്റ്റിനെ 3Dയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. മറ്റൊന്ന് വന്നിട്ടുള്ളത് ഫ്ലിപ്പ് വെർട്ടിക്കലാണ്. നേരത്തെ നമുക്ക് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ ടൂൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫ്ലിപ്പ് വെർട്ടിക്കൽ ടൂൾ കൂടെ അവൈലബിൾ ആണ്. മറ്റൊരു ടൂള് ഇമേജ് ലെയറിന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഔട്ട്ലൈൻ എന്ന് പറയുന്നൊരു ടൂളാണ്. അപ്പോൾ നമ്മൾ ഇമേജ് സെലക്ട് ചെയ്തു. നമ്മൾ താഴെ ടൂളുകൾക്കിടയിൽ ഔട്ട്ലൈൻ എന്ന് പറയുന്ന പുതിയൊരു ടൂൾ കാണാം. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രീനിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഔട്ട്ലൈൻ കാണാവുന്നതാണ്. പക്ഷേ ഔട്ട്ലൈൻ്റെ കളറും വൈറ്റാണ്, ക്യാൻവാസിൻ്റെ കളറും വൈറ്റാണ്. അതുകൊണ്ടാണ് ഇത് കാണാത്തത്. അപ്പോൾ നമുക്ക് ക്യാൻവാസിൻ്റെ കളറൊന്ന് ആദ്യം ചേഞ്ച് ചെയ്യാം. ക്യാൻവാസിൻ്റെ കളർ ഞാൻ മാറ്റി. നമ്മുടെ ഇമേജ് ലെയർ സെലക്ട് ചെയ്തു. നമ്മൾ താഴെ ഔട്ട്ലൈൻ എന്ന് പറയുന്ന ടൂൾ എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിന് ഔട്ട്ലൈൻ ഉണ്ടാവും. ഈ ഔട്ട്ലൈൻ്റെ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ ഔട്ട്ലൈൻ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിയിട്ട് ഔട്ട്ലൈൻ്റെ കളറും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതാണ് ഇമേജിന് ഔട്ട്ലൈൻ ആഡ് ചെയ്യുന്ന ടൂൾ. ഇനി മറ്റൊരു ഓപ്ഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്, അത് എല്ലാ ലെയറിനും അവൈലബിൾ ആയിരിക്കും. അത് ബ്ലർ ടൂളാണ്. ബ്ലർ ടൂളിൽ നേരത്തെ നമുക്ക് മുഴുവനായിട്ട് ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമുക്ക് ഇൻഡിവിജ്വലി എക്സ് ആക്സിസിൽ ഇങ്ങനെയും ബ്ലർ ചെയ്യാം, നേരെ വൈ ആക്സിസിൽ ഇങ്ങനെയും ബ്ലർ ചെയ്യാം. അഥവാ കുത്തനെയും വിലങ്ങനെയും നമുക്ക് ബ്ലർ ചെയ്യാം. അല്ലെങ്കിൽ ഒരുമിച്ച് രണ്ട് ആക്സിസിലും കൂടെ ബ്ലർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും അവൈലബിൾ ആണ്. അതാണ് ബ്ലർ ടൂളിൽ വന്നിട്ടുള്ള പുതിയൊരു ഓപ്ഷൻ.